പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായി ആ ഒരു കൂടിക്കാഴ്ച നടക്കും എന്ന പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരം വൈകുന്നേരത്തിൽ തന്നെ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫുകളിൽ ഇളവ് വരുത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നു, അങ്ങനെ ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക മുട്ടുമടക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ കണ്ടതാണ്. വ്യാപാര കരാറിന്റെ കാര്യത്തിലും അമേരിക്ക അയയുന്നു, ഇന്ത്യയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതൊക്കെ നമ്മൾ പരിശോധിച്ചതാണ്. അത്തരം മാധ്യമ വാർത്തകൾ വന്നതാണ്. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ എന്നതാണ് മനസ്സിലാകുന്നത്. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ല, വിർച്വലായി ആയിരിക്കും ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്ന വിവരം വരുന്നു. ക്വാലാലംപൂരിൽ നടക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി വിർച്വലായി പങ്കെടുക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഒക്ടോബർ 26 മുതൽ 28 വരെയാണ് ക്വാലാലംപൂരിൽ ഈ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന് കാരണമായി പറയുന്നത് പ്രധാനമന്ത്രി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നാളെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ബീഹാറിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് അവിടെ നിരവധി പരിപാടികളുണ്ട്. അത്തരം ഒരു നിർണായക തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിദേശയാത്രയിലേക്ക് പോവുക എന്നത് സാധ്യമല്ല. അതിനാൽ ഈ യാത്ര വേണ്ടെന്ന് വെക്കുന്നു എന്നതാണ് വരുന്ന വിശദീകരണങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഛഠ് പൂജയുമായി ബന്ധപ്പെട്ടും ചില തിരക്കുകൾ പ്രധാനമന്ത്രിക്ക് അതിനാൽ പ്രധാനമന്ത്രി പോകുന്നില്ല എന്നതാണ്. എന്നാൽ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വരുന്നു. അത് മോദിയെ, ട്രംപിനെ ഭയന്നുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നത് എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്ന വിമർശനം. ഈ വർഷം ഇപ്പോൾ ഈ ഒക്ടോബറിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ഒഴിവാകുകയാണെങ്കിൽ ഇനി ഈ വർഷം മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി വരുന്നു. അപ്പോൾ അത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നു. നേരത്തെ ഇതിൽ UN പൊതുസഭയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന് കരുതിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ട്രംപും പ്രധാനമന്ത്രിയും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ പ്രധാനമന്ത്രി പോയില്ല. പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് UN സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിനുശേഷം ഗസ പലസ്തീൻ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പിടുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ഈജിപ്തിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പോയില്ല. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം കൂടി പ്രധാനമന്ത്രി ഒഴിവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രംപ് പറയുന്ന കാര്യങ്ങൾ അതിന് മറുപടി നൽകുന്നില്ല എന്നൊരു ആരോപണം ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ട്രംപ് പല അവകാശവാദങ്ങളും പറയുന്നു, പക്ഷേ അതിന് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന്. അതിനോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുന്നത് ട്രംപിനെ ഭയക്കുന്നത് കൊണ്ടാണ് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ അത് രണ്ട് ആണവ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അതിൻ്റെ പ്രത്യാഘാതം എന്ത് എന്ന് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനെയും ധരിപ്പിച്ചു. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അദ്ദേഹം ഏതാണ്ട് 50 തവണ ഈ അവകാശവാദം പലയിടങ്ങളിലാണ്. കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിട്ടില്ല എന്നത് ഒരു വസ്തുത. കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം സഭയിൽ ഉൾപ്പെടെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞ് അത്തരമൊരു പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ട്രംപ് ആവർത്തിച്ച് നടത്തുന്ന മറ്റൊരു പ്രസ്താവനയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന ഒരു പ്രഖ്യാപനം ട്രംപ് പല വേദികളിലും ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം ഇന്ത്യ പരോക്ഷമായി നിഷേധിച്ചിരുന്നു. അത്തരം ഒരു സാഹചര്യമില്ല. ഇവിടുത്തെ ആഭ്യന്തര സാഹചര്യങ്ങൾ നോക്കിയും വിദേശ വിപണിയിലെ സാഹചര്യങ്ങൾ നോക്കിയും ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിച്ചുമാണ് ഇന്ത്യ ഇറക്കുമതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിച്ചത്. പക്ഷേ ആ കാര്യവുമായി ബന്ധപ്പെട്ടും
പ്രധാനമന്ത്രി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അത്തരം ഒരാവശ്യം പറഞ്ഞോ ഇല്ലയോ എന്നത് വ്യക്തമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ഭീരുവാണ് എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. 5 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അവിടെയും പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല, കൃത്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതാണ് കോൺഗ്രസ് വീണ്ടും ട്രംപിനെ മോദി ഭയക്കുകയാണോ എന്ന് ഈ അവസരത്തിൽ കൂടി ചോദിക്കുന്നത്. ജയറാം രമേശിന്റെ ഒരു സമൂഹ മാധ്യമത്തിലെ പോസ്റ്റാണ്. പോസ്റ്റിലൂടെയാണ് ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത്. ഇങ്ങനെ മിസ്റ്റർ മോദി എന്തുകൊണ്ടാണ് ക്വാലാലംപൂരിലേക്ക് പോകാത്തത്, പോകുന്നോ ഇല്ലയോ അത് വ്യക്തമാക്കൂ. ഇപ്പോൾ ഉറപ്പാകുന്നു പോകുന്നില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് പോകാത്തത്? വിശ്വഗുരു ചമയാനുള്ള യാതൊരു സാഹചര്യങ്ങളും കളയാത്ത വ്യക്തിയാണല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് പോകാത്തത്? അത് ട്രംപിനെ ഭയപ്പെടുന്നത് കൊണ്ടാണോ എന്നതാണ് ജയറാം രമേശ് ചോദിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ നിയന്ത്രണത്തിലാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹവും അവിടെ ഉണ്ടാകും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ചതും ഇതേ കാരണത്താലാണ്. ട്രംപിനെ ഭയമാണ് മോദിക്ക് എന്നതാണ് ഈ ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തുന്നത്. കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഇതിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ അതിനപ്പുറം ഇത് രാഷ്ട്രീയമാണ്. അതിനപ്പുറം ചില പ്രതീക്ഷകൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് താരിഫുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നതായിരുന്നു. അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതായിരുന്നു. മറ്റൊന്ന് വാണിജ്യ കരാറാണ്. വാണിജ്യ കരാർ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. വലിയ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചോളവും മറ്റും ഇറക്കുമതി ചെയ്യാനുള്ള ഒരു വിട്ടുവീഴ്ച ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മാത്രവുമല്ല കൂടുതൽ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനവും ഇന്ത്യ എടുക്കുന്നു. അതിലൂടെ ട്രംപിനെ അനുനയിപ്പിക്കാനും താരിഫ് 15-ൽ നിന്നും 15-16% കുറയ്ക്കാനും ഒപ്പം തന്നെ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന ഘട്ടത്തിൽ ട്രംപിനെ കാണേണ്ട എന്നൊരു തീരുമാനം എന്തുകൊണ്ട് വരുന്നു എന്നതാണ് ഇപ്പോൾ ആശങ്കയുളവാക്കുന്ന കാര്യം. ഒരുപക്ഷെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വേണ്ട, പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പറയുന്ന ട്രംപിന് അത്തരം ഒരു വേദിയിൽ ഒരു മറുപടി നൽകി ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാകാം ഒരു ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഒരുപക്ഷെ നിഷേധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ തന്നെയാകാം. എന്തായാലും 3-4 സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി ഒഴിവാക്കിയെന്നത് വളരെ വ്യക്തമാണ്. എന്താണ് കാരണമെന്ന് പുറത്തു പറഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. ട്രംപ് ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും അത് നിഷേധിച്ചുകൊണ്ട് ശക്തമായ ഒരു മറുപടി നൽകുന്നില്ല എന്നത് വ്യക്തമാണ്. അമേരിക്കയെ ചൊടിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നയതന്ത്ര തീരുമാനം ഇന്ത്യക്കുണ്ട്. കാരണം തീരുവ ഉയർന്നു നിന്നാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അത് ബാധിക്കും. വാണിജ്യ കരാർ യാഥാർത്ഥ്യമാക്കണം എന്നതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ട്രംപിനെ ചൊടിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണോ ഇതിന് പിന്നിലെന്ന് അറിയില്ല. എന്തായാലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന കാര്യം ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഇന്ത്യ ഏതാണ്ട് ആ രീതിയിൽ സമ്മതിക്കുന്നുമുണ്ട്. കാരണം റഷ്യൻ എണ്ണയിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും സബ്സിഡി 2025 ആവുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ താരിഫ് എന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ അല്ലെങ്കിൽ കൂടുതൽ സാധ്യതകളുള്ള മറ്റ് വിപണികൾ ഇന്ത്യ തേടുന്നുണ്ട്. അതിൽ US വിപണിയും സൗദി വിപണിയും ഉണ്ട്. അവിടെ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങുമെന്നൊരു തീരുമാനമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നയതന്ത്ര തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നത്, അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നത് നമുക്ക് അറിയില്ല. ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കാം. പക്ഷേ ദീപാവലിക്ക് ട്രംപ് പ്രധാനമന്ത്രിയെ വിളിക്കുകയും ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. വ്യാപാര കരാർ ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ പ്രതീക്ഷകൾ അതിൽ ഉടലെടുത്തതാണ്. പക്ഷേ ആ ഫോൺ കോളിന് ശേഷവും ട്രംപ് എണ്ണ വാങ്ങില്ല എന്ന് പ്രധാനമന്ത്രി വാക്ക് നൽകി എന്ന കാര്യം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ സസ്പെൻസ് അങ്ങനെ തന്നെ തുടരുന്നു. പ്രധാനമന്ത്രി മൗനം വെടിയും വരെ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് പുറത്ത് അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തായാലും നയതന്ത്ര തീരുമാനങ്ങൾക്കപ്പുറം എന്തെങ്കിലും ഭയപ്പാടുണ്ടോ എന്ന് പറയേണ്ടത് പ്രധാനമന്ത്രിയാണ്. ഇനി എവിടെയെങ്കിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മറുപടികൾ ഇനി ബീഹാർ റാലികളിൽ ഉൾപ്പെടെ പറയുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.